നമസ്കാരം. ഇന്ത്യൻ ടി20 ടീമിന്റെ നേതൃനിരയിൽ ചില മാറ്റങ്ങൾ അധികം വൈകാതെ സംഭവിക്കുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. IPL കഴിയുന്നതോടെ ചില നിർണായക തീരുമാനങ്ങൾ സെലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. IPLന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ ടി20 പരമ്പര ജൂൺ അവസാനത്തോടെ അയർലൻഡിലാണ്. അതിനുശേഷം ഇംഗ്ലണ്ടിലേക്കും പറക്കുന്നത്. ഇന്ത്യ ജൂലൈയിൽ അവിടെ ടി20 പരമ്പരയും കളിക്കും. ഐറിഷ് പര്യടനത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ ജൂൺ ആദ്യവാരം പ്രഖ്യാപിക്കാനിടയുണ്ട്. ഈ പരമ്പരയ്ക്കുള്ള ടീമിൽ ചില സർപ്രൈസ് തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് വിവരം. ഇന്ത്യൻ ടി20 ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സഞ്ജു സാംസൺ വന്നേക്കുമെന്ന് നേരത്തെ പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ തൽക്കാലത്തേക്ക് ഉടനെ ഒരു ക്യാപ്റ്റൻസി മാറ്റത്തിന് BCCI ആലോചിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ടി20 നായകനായി സൂര്യകുമാർ യാദവ് തന്നെ തുടരും. ബാറ്റിംഗിൽ ഇപ്പോൾ പഴയ ഫോമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. ടീമിനെ ഒറ്റക്കെട്ടായി മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന സൂര്യയെ പറ്റി തികഞ്ഞ മതിപ്പാണ് എല്ലാവർക്കും ഉള്ളത്. അതിനാൽ തന്നെ ഐറിഷ് പര്യടനത്തിലും അതിനുശേഷം ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലുമെല്ലാം ടീമിനെ അദ്ദേഹം തന്നെ തുടർന്ന് നയിക്കുകയും ചെയ്യും. പക്ഷേ മലയാളി സൂപ്പർ താരവും ടി20യിലെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും കീപ്പറും എല്ലാമായി സഞ്ജു സാംസൺ നേതൃത്വ നിരയിലേക്ക് വരുമെന്നതാണ് ഏറ്റവും പുതിയ വിവരമായി അറിയുന്നത്. സഞ്ജുവിനെ സംബന്ധിച്ച് ഇത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആദ്യമായി സീനിയർ ടീമിന്റെ നേതൃനിരയിലേക്ക് വരാൻ കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ കരിയറിനും ഏറെ ഗുണം ചെയ്യും. ടി20യിൽ ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റനായി സഞ്ജുവിനെയാണ് BCCI കാണുന്നതെന്നും ഇതിൽ നിന്നും ഉറപ്പിക്കാം. നായകസ്ഥാനം ഉടനെ ലഭിച്ചില്ലെങ്കിലും സമീപ ഭാവിയിൽ ഉറപ്പായും ടി20 ക്യാപ്റ്റനായി മലയാളി താരത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ 2028 അടുത്ത ICC ടി20 ലോകകപ്പിലും അതേ വർഷത്തെ ഒളിമ്പിക്സ് ക്രിക്കറ്റിലുമെല്ലാം ടീമിനെ നയിക്കുന്നത് സഞ്ജുവായിരിക്കും. പ്രായവും ഫോമുമെല്ലാം ഇപ്പോൾ സൂര്യയ്ക്ക് എതിരാണ്. ഈ വർഷം അദ്ദേഹം 36-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല ബാറ്റിംഗിൽ പഴയ മാജിക്കൽ ഫോമും ഇപ്പോൾ സൂര്യയ്ക്കില്ല. കൈക്കുഴിയിലെ തന്നെ പരിക്ക് തന്റെ കുറച്ചു കാലങ്ങളായി അദ്ദേഹത്തെ വലയ്ക്കുന്നുണ്ട്. അതിനാൽ ഈ വർഷം തന്നെ സൂര്യയുടെ വിരമിക്കൽ പ്രതീക്ഷിക്കാം. വളരെയധികം തന്നെ വന്നാൽ വൈസ് ക്യാപ്റ്റൻ സ്വാഭാവികമായും ആ നായക സ്ഥാനത്തേക്ക് മുൻതൂക്കം സഞ്ജുവിനായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ടി20യിൽ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജു സാംസണിന് പ്രൊമോഷൻ ലഭിച്ചാൽ അത് ഏറ്റവും ക്ഷീണമാവുക ശുഭ്മൻ ഗില്ലിനായിരിക്കും. ഇപ്പോൾ ടി20 പ്ലാനുകളുടെ ഭാഗമല്ലെങ്കിലും IPLൽ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം ക്യാപ്റ്റൻസിയിലും ബാറ്റിംഗിലും തിളങ്ങുന്ന അദ്ദേഹം ടി20 ടീമിലേക്ക് മടങ്ങി വരിക പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. പക്ഷേ സഞ്ജു വൈസ് ക്യാപ്റ്റൻ റോളിലേക്ക് വന്നാൽ ഗില്ലിനും മടങ്ങി വരവ് ദുഷ്കരം തന്നെ ആയിരിക്കും. കാരണം വൈസ് ക്യാപ്റ്റൻസി കൂടി ലഭിച്ചാൽ സ്വാഭാവികമായും ടീമിലെ സ്ഥിരം സാന്നിധ്യമായി സഞ്ജു മാറും. അഭിഷേക് ശർമ്മ നേരത്തെ തന്നെ ടി20യിലെ അഭിവാജ്യ ഘടകമാണ്. അതിനാൽ സഞ്ജു നേതൃനിരയിലെത്തിയാൽ ഗില്ലിന്റെ ടി20 കരിയറിനും ക്യാപ്റ്റൻസി മോഹത്തിനും തിരിച്ചടിയാകും. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയുന്നതും. അതുപോലെ സഞ്ജുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഗില്ലിനെ കുറിച്ച് സംസാരിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സൂര്യ പോയി കഴിഞ്ഞാൽ അവിടേക്ക് സഞ്ജു എത്തുമോ ഗില്ലെത്തുമോ എന്നുള്ള ചോദ്യവും അത് ഗില്ലിന് കൂടെ ആകുമോ എന്നുള്ള കാര്യവും വളരെയധികം തന്നെ എല്ലാവരും ചിന്തിക്കുകയും അതുപോലെ എല്ലാവർക്കും വളരെയധികം തന്നെ ടെൻഷൻ ആകുന്ന ഒരു കാര്യം കൂടിയാണ്.